Hey guys, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ വന്ന് കാണാം. നമ്മുടെ ചാനലിൽ ഇന്ന് കാലത്ത് 2K സബ്സ്ക്രൈബേഴ്സ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പോൾ നിങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ കണ്ടില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊക്കെ എഡിറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ മാനിപ്പുലേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. സ്നാപ്സീഡിലും പിക്സാർട്ടിലൊക്കെയാണ് ചെയ്യണേ. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഏതാണ് കൂടുതൽ യൂസ് ചെയ്യണം, സ്നാപ്സീഡാണോ പിക്സാർട്ടാണോ, നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്യാം, സുഖമായിട്ട് എഡിറ്റ് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ സൂപ്പറായിട്ടുള്ള ക്രിയേറ്റീവ് സംഭവമാണ്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കാർഡ്ബോർഡ് വേണം നമുക്ക്. അപ്പോൾ നമ്മൾ ഒരു വലിയൊരു പീസ് കാർഡ്ബോർഡ് നമ്മുടെ യൂട്യൂബിൻ്റെ ലോഗോൻ്റെ ഒരു ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ യൂട്യൂബിൻ്റെ ലോഗോ ഇരിക്കണ പോലെയാണ് വെച്ചേക്കണത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് നല്ല ആർട്ടിഫിഷ്യലായിട്ട് തോന്നില്ല, നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് നിങ്ങൾക്കിപ്പോൾ മസ്റ്റായിട്ട് യൂസ് ആക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് നിൽക്കും കേട്ടോ. ഒരു മിനിറ്റ്, നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കും. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ യൂട്യൂബിൻ്റെ ലോഗോ ഒക്കെ കയറ്റും. പിന്നെ എങ്ങനെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണിച്ചു തരാം. കേസ് നമ്മുടെ ചാനൽ എന്തെങ്കിലും 2K സബ്സ്ക്രൈബേഴ്സൊക്കെ ക്ലോസ് ചെയ്തു, ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബന്ധപരമായിട്ടുള്ള ഒരു സീരീസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട് നമ്മൾ. അപ്പോൾ ഇത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഞാനൊരു ടൈം കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എഡിറ്റിങ് കാണാം. അപ്പോൾ നമ്മൾ സീരീസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. നമ്മൾ മുമ്പേ ഒരു #, ഷോർട്സ് ബൈ GTR എന്നുള്ളൊരു #, ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ആ #, കൂടി യൂസ് ചെയ്യുക. അപ്പോൾ എനിക്കും കൂടി ആ ഫോട്ടോസ് കാണാം. അപ്പോൾ നമ്മൾ ആ #ൻ്റെ ഉള്ളിലുള്ള ഫോട്ടോസൊക്കെ മൊത്തം കൂട്ടിയിട്ട് ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കണത് നല്ല ക്രിയേറ്റേഴ്സിനെ നമുക്ക് കുറച്ചും കൂടി, നിങ്ങളാണ് എനിക്ക് ആകെ സപ്പോർട്ടൊക്കെ തരുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു ഉപകാരമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യണത്. നിങ്ങൾക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തിട്ട് സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഈ #, യൂസ് ചെയ്യുക. അപ്പോൾ #ൽ ആ ഫോട്ടോ ഒന്നൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു എപ്പിസോഡ് തുടങ്ങും, റിവ്യൂയിങ് സബ്സ്ക്രൈബേഴ്സ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലൊക്കെ കൊടുത്തിട്ടൊരു എപ്പിസോഡ്. അതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഫോട്ടോ റിവ്യൂ ചെയ്ത് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറയുന്ന സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രൊമോഷൻ, അങ്ങനത്തെ നല്ല നല്ല ക്രിയേറ്റേഴ്സിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി അവർക്ക് ആൾക്കാരിലൊക്കെ എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഞാൻ റിവ്യൂ ചെയ്ത് നിങ്ങളുടെ ID ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഈ എപ്പിസോഡിൻ്റെ ഇതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയുണ്ടാകും നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെയിനായിട്ടുള്ള നമ്മുടെ ഫോട്ടോയിൽ മെയിനായിട്ട് നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സ്, അതിൻ്റെ 2K എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് നമ്മൾ സ്കൈമ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്കൈ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 2K തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇതിന് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ക്ലൗഡ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഡ്രൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ലിങ്കിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2K തന്നെ വേണമെന്നില്ല, നിങ്ങൾക്കിപ്പോൾ വേറെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കിപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നമ്മൾ 2K എന്നുള്ള ആ ക്ലൗഡിൻ്റെ ഫോണ്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഒന്നുമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്കൈയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സ്കൈ കയറ്റാം. അത് കഴിഞ്ഞിട്ട് ആ ഫോണ്ടും കൂടി കയറ്റിയിട്ടുണ്ടെങ്കിൽ പക്കയായിട്ട് നല്ല ഒറിജിനാലിറ്റി തോന്നും. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഈ പുല്ല് മാത്രം, ചെടികൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യാണ്ട് നിങ്ങൾ ആ 2K എന്നുള്ള അങ്ങനത്തെ ക്ലൗഡി ആയിട്ടുള്ള ഫോണ്ട് ആഡ് ചെയ്യാൻ ഇതുണ്ടെങ്കിൽ സ്കൈയും കൂടി വെച്ചാലാണ് കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ, നല്ല രസം ഉണ്ടാവുള്ളൂ ആണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ സ്കൈയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോഡലാണോ അല്ലെങ്കിൽ ഞാൻ സെൽഫ് ഫോട്ടോയാണ് എടുക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. കാർഡ്ബോർഡിൻ്റെ ഈ പീസ് ഉണ്ടല്ലോ, ആ പീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് സാധാരണ പോലെ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുക. പിന്നെ സ്കൈയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ കേട്ടോ. സ്കൈയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഈ സാധനം കയ്യിലോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പോസൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഫോട്ടോസ് എടുക്കാം. പിന്നെ നമുക്ക് വേറെ ഇതുകളൊന്നും നമ്മളങ്ങനെ ചെയ്യണില്ല. ജസ്റ്റ് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ്, പിന്നെ നല്ലൊരു
ബാക്ക്ഗ്രൗണ്ടും മതി. കേസ് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കാലത്ത് അത്യാവശ്യം നേരത്തെ എടുക്കുക. ഒരു 9 മണി ടൈമിൽ വെയിലുള്ളപ്പോൾ എടുക്കരുത്. ഇപ്പോൾ ഞാൻ എടുക്കുമ്പോൾ വെയിലാണ്, അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം വീഡിയോ അപ്ലോഡ് നമ്മൾ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ കാലത്ത് നേരത്തെ അല്ലെങ്കിൽ ഒരു 4 മണി വൈകുന്നേരം 4 മണി ടൈമിൽ എടുത്താനേ. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇതാണ്, നമ്മുടെ ഫ്രെയിം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ട്രൈപോഡിൽ നമ്മുടെ ക്യാമറ വയ്ക്കും. പിന്നെ ഇത് നമുക്ക് സെൽഫ് പോർട്രേറ്റ് ആയതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ റിംഗ് ലൈറ്റിൻ്റെ സ്റ്റാൻഡും. അപ്പോൾ നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെയാണ് എടുക്കണത്. പിന്നെ ഇവിടെ കാർഡ്ബോർഡിൻ്റെ നമ്മുടെ ഇതുണ്ട്, കാർഡ്ബോർഡും പിന്നെ നിങ്ങൾക്കൊരു ഫ്രെയിമും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. പിന്നെ നമുക്ക് എഡിറ്റിങ്ങിൽ നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം ഇട്ടാ. അപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡ് പെട്ടിയൊക്കെ കാർഡ്ബോർഡിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൈ. ഇവിടെ വെള്ള കളർ കാണില്ല, അത് നമ്മൾ മിക്കതും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സ്കൈ മാറ്റും. അതിൻ്റെ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രെയിം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രെയിമാണ്. പിന്നെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കുറേ തരം പോസുകളിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നല്ല രീതിയിലെടുക്കുക, വെയിലത്തെടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് ഒഴുകും. ഇതിപ്പോൾ ഭയങ്കര വെയിലാണ്, ഇപ്പോൾ 12 മണി സമയത്താട്ടോ. അപ്പോൾ ഈ ടൈമിൽ എടുക്കുന്ന അത്ര ഒരു ഇതായിട്ടില്ല, എടുക്കുമ്പോൾ ഭയങ്കര സീനാവും. നിങ്ങളൊരു 3 മണി ഒരു 5 മണി ആ ടൈമിലൊക്കെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്കിനി എഡിറ്റിങ് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫോട്ടോ നമ്മുടെ സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്നാപ്സീഡിൽ സ്കൈയും കാര്യങ്ങളും ആഡ് ചെയ്യാനാണ് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്തേക്കുന്നത്. നമ്മുടെ സ്കൈയും എല്ലാം ഇതിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കയറി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൈ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ എക്സ്പോഷറിൽ നമ്മൾ സ്കൈ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ സ്കൈ. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒപ്പാസിറ്റി ഫുള്ള് ഇട്ട് ടിക്ക് കൊടുക്കുക. ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി മുകളിലൂടെ ഒരു ആരോ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്യുക. വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ എക്സ്പോഷർ, എന്നിട്ട് ഡ്രോ എടുത്തിട്ട് നമുക്ക്, പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അറിയാത്തവർക്ക് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പിന്നെ സ്കൈ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുക. കുറച്ചും കൂടി നല്ല പ്രൊഫഷണലായിട്ട് നല്ല സാധനം വരണമെങ്കിൽ, റിയലായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോൾ 100 വാല്യൂ കൊടുക്കണം. ഇവിടെ ഡിക്രീസ് ക്ലിക്ക് ചെയ്ത വാല്യൂ കുറയും. അപ്പോൾ നമ്മൾ 75 ഇട്ടിട്ട് നമുക്കിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂട്ടിയും ഓരോ സ്ഥലത്തും കുറച്ചും കൂട്ടി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊക്കെ അത്യാവശ്യം ഒന്ന് ലോ ആക്കിയിട്ട് വാല്യൂ ലോ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒറിജിനാലിറ്റി കിട്ടും. ഗൈസ്, നമ്മുടെ സ്കൈയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാല്യൂ കുറച്ചിട്ട് നമ്മളിവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. എന്നിട്ട് നമുക്കിനി പിക്സാർട്ടിൽ നമുക്ക് കുറച്ച് ഇവിടെ യൂട്യൂബിൻ്റെ ഇതൊക്കെ കൊടുക്കാനുണ്ട്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സീനാവും. ഇനി നമുക്ക് പിക്സാർട്ട് എടുക്കാം. ഗൈസ്, നമ്മുടെ പിക്സാർട്ടിൽ നമ്മുടെ ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബിൻ്റെ ഒരു ലോഗോ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട്. ഇത് PNGയിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് സ്നാപ്സീഡിൽ ഇതുപോലെ ചെയ്യണമെങ്കിൽ ഡബിൾ എക്സ്പോഷറിൽ പോയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിക്സാർട്ട് യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കറക്റ്റ് ആ ഒരു സൈസിൽ, കാർഡ്ബോർഡിൻ്റെ സൈസിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ചൊന്ന് വലുതാക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ നമുക്കിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ വലുതാക്കിയിട്ട് നമുക്കിങ്ങനെ വലുതാക്കാൻ പറ്റും. പക്ഷേ ഭയങ്കരമായിട്ട് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ ലോഗോൻ്റെ ഫുള്ളൊരു ഇത് പോവും. ജസ്റ്റ് നമുക്ക് ആ കാർഡ്ബോർഡ് കാണാത്ത രീതിയിലൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. കുറച്ചിട്ട് നമ്മൾ ഇറേസർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഹാർഡ്നെസ്സും എല്ലാം ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇറേസിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഒപ്പാസിറ്റി ഫുള്ള് കൂട്ടണ്ട. ഫുള്ള് കൂട്ടി അത്ര ഒരു ഇത് കിട്ടില്ല. നമ്മളൊരു 90 ആ ഒരു റേഞ്ചിനായിട്ട് ഇടണേ. നമ്മൾ 90 ആ ഒരു റേഞ്ചിൽ ഇട്ടിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം 2K എന്നുള്ള ആ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. നമ്മുടെ 2 എന്നുള്ള ഫോണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ബ്ലെൻഡിൽ പോയിട്ട് സ്ക്രീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 മാത്രമായിട്ട് കിട്ടും.
2 മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചിരിച്ച് ആ ഒരു റേഞ്ചിലാണ് വെക്കണം. പിന്നെ ഇത് നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് കൂട്ടണമെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റിൽ പോയിട്ട് ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കൂട്ടണമെങ്കിൽ കൂട്ടാൻ കണ്ടില്ലേ. ഞാൻ പക്ഷേ അത്ര കൂട്ടണില്ല, നമ്മുടെ മീഡിയം ഒരു ലെവലിൽ തന്നെയാണ് വെക്കണത്. ടിക്ക് കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ 2Kയുടെ എടുക്കുക, അത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്ത് ഫുള്ളാക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് അത്ര നല്ലൊരു സൈറ്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് ക്യാമറയുടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറേസ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ എന്നുള്ള ഇതും സെറ്റായിട്ടുണ്ട്. ഇനി അതും ജസ്റ്റ് ഒന്ന് നമ്മൾ ചെരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഓവർലൈൻ കൂടി ആഡ് ചെയ്യാണ്ട്, ഒരു ചെറിയൊരു സെലിബ്രേഷൻ്റെ പോലത്തെ. അത് നമുക്ക് അത്ര ഒരു ഇതില്ല, പക്ഷെ നമുക്കിങ്ങനെ ഒരു 2K സബ്സ്ക്രൈബേഴ്സ് ഇതായതുകൊണ്ട് നമുക്ക് ഒരു സെലിബ്രേഷൻ്റെ ഒരു റേഞ്ച് അല്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഓവർലൈൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ മുഖത്തും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്ത് കളയാം. നമ്മുടെ പക്ക രീതിയിൽ തന്നെ നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കാണാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈറ്റ് റൂമിൻ്റെ എഡിറ്റിംഗ് കൂടി കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ലൈറ്റ് റൂമിൻ്റെ എഡിറ്റിംഗ് ഞാൻ നാളത്തെ എപ്പിസോഡിൽ നാളെ 4 മണിക്ക് ലൈറ്റ് റൂമിൻ്റെ റീടച്ചിങ്ങും കാര്യങ്ങളുടെ ഒരു എപ്പിസോഡ് തന്നെ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ലൈറ്റ് റൂമിൻ്റെ ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്ര നമ്മുടെ എഡിറ്റിംഗ് ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ്ങും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തേക്കണത്. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സീരീസ് തുടങ്ങാൻ നിങ്ങൾക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. റിവ്യൂയിങ് ദ സബ്സ്ക്രൈബേഴ്സ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയും കൂടിയാണ് നമ്മൾ ചെയ്യണത്. അല്ലാണ്ട് ഒരു വീഡിയോൻ്റെ ഇടയിൽ അങ്ങനെ ചെയ്യണതല്ല കേട്ടോ. മെയിനായിട്ടൊരു എക്സ്പ്ലെയിൻ ആയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ ഒരു പൊള്ളി ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലാണ്. അതിനു മുമ്പ് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലാണ്. മേക്ക് യുവർ ഡ്രീം ഇൻ ടു റിയാലിറ്റി.